കോതമംഗലത്ത് ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ലേ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിനെ പറ്റിയൊന്നും വന്ന് സംസാരിച്ചില്ല? എന്തുകൊണ്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഘോര പ്രസംഗിച്ച ആൾക്കാർ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇവിടെ വന്ന് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് VD സതീശൻ വന്ന് അഭിപ്രായം പറഞ്ഞില്ല? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല? അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു കേസ് മാത്രമേ കേരളത്തിൽ ഇടപെടുവല്ലേ. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ ഒരിക്കലും ഇവിടെ വിഷയാക്കത്തില്ല, ആളി കത്തിക്കത്തില്ല. ഇവിടെ എന്തോ തെളിഞ്ഞാൽ പോലും ഫോഴ്സ്ഡ് കൺവേർഷനാണെന്ന് തെളിഞ്ഞാൽ പോലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഇടപെടത്തില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വോട്ട് ബാങ്ക്. കേരള സ്റ്റോറി എന്നൊരു മൂവി റിയൽ അല്ലേ എന്ന് പറഞ്ഞു കിടക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലേ. അതപ്പോൾ ആ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരെയൊക്കെ സിനിമയല്ലേ, കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ അത് നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ ഈ റീസെൻറ്റ് ടൈമിൽ വരുന്ന ന്യൂസുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പം ചിലവർ പറയും അയ്യോ അത് പ്രൊപ്പഗാണ്ടയാണ് എന്ന് പറഞ്ഞ കുറേ ടീംസ് വരും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ന്യൂസിലൂടെ കാണാൻ ശ്രമിക്കുക. ഈ മാസത്തെ തന്നെ 2ാമത്തെ കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.